റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് എൻട്രി ലഭിച്ചു. സംസ്ഥാനത്തിന്റെ 100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും വാട്ടർ മെട്രോയുമാണ് കേരളം ടാബ്ലോയായി ഉയർത്തിക്കാട്ടിയത്. 5 ഘട്ടങ്ങളിലായി നടന്ന സ്ക്രീനിങ്ങിലൂടെയാണ് കേരളത്തിന്റെ ടാബ്ലോ അവതരണത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുകയാണ്. ശരത്ത്, സാധാരണ ഇത് നിരസിക്കപ്പെടുന്നതാണ് വാർത്തകളായി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളം റിപ്പബ്ലിക് ദിന പരേഡിൽ ടാബ്ലോ അവതരിപ്പിക്കും. അതെ രുചീഷെ, കേരളത്തിന് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം റിപ്പബ്ലിക് ദിനയിലെ മെയിൻ പരേഡിൽ തന്നെ അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. 17 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഈ തവണ പരേഡ് അവതരിപ്പിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ 5 സ്ക്രീനിംഗ് ഘട്ടങ്ങളായി നടന്ന സ്ക്രീനിംഗ് ടെസ്റ്റിന് ഒടുവിലാണ് കേരളവും തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തോടൊപ്പം തന്നെ ആസാം, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, തമിഴ്നാട്, നാഗാലാൻഡ്, ഒഡീഷ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ 17 സംസ്ഥാനങ്ങളാണുള്ളത്. കേരളത്തിന്റെ മൂന്ന് വിഷയങ്ങൾ ആയിരുന്നു ഈ തെരഞ്ഞെടുക്കാൻ വേണ്ടി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം മുന്നോട്ട് വെച്ച രുചീഷ്. ഒന്ന് സമൃദ്ധി കാ മന്ത്ര, അതേപോലെ സ്വാതന്ത്ര്യ കാ മന്ത്ര, അതേപോലെ വന്ദേ മാതരം, അതേപോലെ ആത്മ നിർഭർ ഭാരത്. ഈ ആത്മനിർഭർ ഭാരതിന്റെ ഭാഗം ശരത്ത്, എന്തായാലും 5 ഘട്ടങ്ങളിലായി നടന്ന സ്ക്രീനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് നിശ്ചല ദൃശ്യം റിപ്പബ്ലിക് ദിന പരേഡിൽ നടത്താനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയായിരുന്നു ശരത് ലാൽ.